ഹലോ വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ് ആൻഡ് ഹോപ്പ് യു ഗൈസ് ആർ ഡൂയിങ് വെൽ. ഇപ്പോൾ സമയം അറൗണ്ട് ഒരു 11 o'clock ആയിട്ടുണ്ട്. 11:30 ആവാറായിട്ടുണ്ട്. ഞാനൊരു വീഡിയോ എടുക്കാനുള്ള പ്രിപ്പറേഷനിലാണ്. എൻ്റെ കോലും വളരെ പരിതാപകരമാണ്. ഞാൻ വീഡിയോയ്ക്ക് വോയിസ് ഡിസ്റ്റർബൻസ് ഇല്ലാണ്ടിരിക്കാനായിട്ട് ഫാൻ ഇവിടെ ഇല്ല എങ്കിലും നല്ല ചൂടത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് വേർത്ത് കുളിച്ചാണ് നിൽക്കുന്നത്. ബൈ ദ വേ, കണ്ടന്റിലോട്ട് വരാം. ഞാനിന്നൊരു പരീക്ഷണം നടത്താൻ പോകണം. പരീക്ഷണം ഇൻ സെൻസ് ഇത് അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ളൊരു സംഭവമാണ്. തമിഴിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടും ഹീറ്റ്ലെസ് കേൾസ്. ഇത് ഞാൻ ഒരുപാട് യൂട്യൂബേഴ്സും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലായാലും ഒരുപാട് പേര് ട്രൈ ചെയ്ത് കണ്ടിട്ടുള്ളതാണ്. നിങ്ങളെല്ലാവരും ഏറെക്കുറെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇതിപ്പോഴാണ് വാങ്ങിക്കുന്നത്. അതെന്താ ഇപ്പോൾ വാങ്ങിക്കണമെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. പെട്ടെന്ന് സുപ്രഭാതത്തിൽ ഇത് വാങ്ങിച്ചാലോ എന്ന് തോന്നി. വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴാണ് എന്നാൽ വീഡിയോ എടുത്തേക്കാം എന്ന രീതിയിൽ വീഡിയോ എടുക്കാൻ പോകുന്നത്. ഞാനിത് മീഷോന്നാണ് വാങ്ങിച്ചത്. അതിനേക്കാൾ മുമ്പ് പ്രൊഡക്റ്റ് എന്താണെന്ന് പറയാം. ഹീറ്റ്ലെസ് കേൾസ് ആണ്. അതായത് അയണറോ ഡ്രയറോ അല്ലെങ്കിൽ കേളറോ ഒന്നും ഉപയോഗിക്കാണ്ട് ഒരു കേൾസ് അടിപൊളിയായിട്ട് ഹെയറിൽ കേൾസ് കൊണ്ടുവരാം. അതാണ് സംഭവം. അപ്പോൾ ഞാനിത് വാങ്ങിച്ചത് മീഷോന്നാണ് കേട്ടോ. ജസ്റ്റ് 130, 140, എന്തായാലും 200-ന് താഴെയാണ്. കറക്റ്റ് റേറ്റ് 130, 140 അത്രയാണ്ട് ആയുള്ളൂ. എനിക്ക് ഓഫർ കഴിഞ്ഞിട്ട് ഇങ്ങനൊരു ഞാൻ പൊട്ടിച്ച്. ഇതാണ് മെയിൻ കേൾ ചെയിൻ ഉപയോഗിക്കുന്ന സംഭവം. എൻ്റെ അതിൻ്റെ ഒപ്പം ഒരു ക്ലിപ്പും 2 സ്ക്രഞ്ചീസും കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ആ ബോക്സിൽ ഉണ്ടാവുക. പിന്നെ കേൾസിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കറിയില്ല, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് എൻ്റെ മുടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. എൻ്റെ മുടി ഓൾറെഡി ഒരു വേവി ടൈപ്പ് ഹെയർ ആണ്. അപ്പം അതിലെന്തോരം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ മുടി അടിപൊളിയായിട്ടിരുന്നാൽ ഞാനൊരു 99% കോൺഫിഡൻ്റ് ആണ്. ലൈക്ക് എവിടേക്കെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഔട്ട്ഫിറ്റ് എത്ര അടിപൊളിയാണെങ്കിലും മേക്കപ്പ് എത്ര അടിപൊളിയാണെങ്കിലും അല്ലെങ്കിൽ മുടി ഓക്കെ ആണെങ്കിൽ ഞാൻ ഓക്കെ ആവും. എനിക്ക് മുടിയിൽ അധികം പരീക്ഷണങ്ങൾ നടത്താൻ അറിയില്ല ഒന്നാമത്. അതായത് എന്തെങ്കിലും മേക്കപ്പ് ഈ ഹെയർ സ്റ്റൈലുകളോ അല്ലെങ്കിൽ അങ്ങനെ മുടി നല്ല ഭംഗിയിൽ കെട്ടാനൊന്നും എനിക്കറിയില്ല. ഞാൻ കൂടുതലും അഴിച്ചിടാണ് ചെയ്യാം. അപ്പം അത് അടിപൊളിയായിട്ട് കിടന്നാൽ ഞാൻ ഓക്കെയാണ്. പക്ഷെ എൻ്റെ എല്ലാം അഴിച്ചിടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കങ്ങനെ വെറുതെ അഴിച്ചിടാൻ പറ്റില്ല. എൻ്റെ കയ്യിലാണെങ്കിൽ അയണറോ ഡ്രയറോ ഒന്നുമില്ല. അപ്പോൾ ഞാൻ വല്ലപ്പോഴൊക്കെ പാർലറിൽ നിന്നാണ് ഇത് ചെയ്യാം. അപ്പോൾ അടിപൊളിയായിട്ട് കിടക്കും. അല്ലാത്ത പക്ഷം ഇത് അടിപൊളിയായിട്ട് കിടക്കില്ല. സ്വാഭാവികം നോർമൽ ഹെയർ ആണ്. അപ്പോൾ ഞാനപ്പോൾ എന്നാൽ നമുക്കിതൊന്ന് പരീക്ഷിച്ച് നോക്കാമല്ലോ. അധികം വില അധികം ഇല്ലാത്തൊരു സംഭവം അല്ലേന്ന് വെച്ചിട്ടാണ് ഇത് വാങ്ങിച്ചത്. ഇതിൻ്റെ കൂടെ ഇങ്ങനെ മാനുവലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യണേന്നൊക്കെ. നമുക്കപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷെ ഇതെന്തോരം വർക്കൗട്ട് ആവുമെന്ന് എനിക്കറിയില്ല. നമുക്ക് നോക്കാം ഇതെന്തോരം വർക്കൗട്ട് ആവുന്നു. ഞാൻ മുടിയൊക്കെ വെച്ചിട്ട് ഒരുമാതിരി പ്രാന്തത്തിനെ പോലെ നിൽക്കുന്നു. ചൂടെടുത്തിട്ട് വയ്യ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിങ്ങനെ 2 പാർട്ടീഷനായിട്ട് എടുക്കാം കേട്ടോ ഹെയർ. വൈകുന്നേരം ഇപ്പം ചെയ്ത് വെച്ചിട്ട് നാളെ കാലത്താവുമ്പോഴേക്കും എന്തോരം ഉണ്ടാവും എന്ന് നോക്കാം. എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളിൽ വെറ്റ് ഹെയറിൽ ചെയ്യാൻ നോക്കണം. അതേതാണില്ല തോന്നുന്നത്. സോ ഞാനൊന്ന് നനച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ ഹെയർ ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കെപ്പോഴും ഞാനിവിടെ ഹോസ്റ്റലിലാണ് നിൽക്കുന്നത്. സോ എനിക്കെപ്പോഴും വീഡിയോ എടുക്കണം. ഇതിപ്പോൾ നൈറ്റ് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. പക്ഷേ എങ്കിലും ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ വെളുപ്പിനൊക്കെ കേട്ടിട്ടായിരിക്കും കൊടുക്കണം. കാരണം ഇവിടെ എപ്പോഴും ഒച്ചയായിരിക്കും. ഇവിടെ മാത്രമല്ല അപ്പുറത്ത് മട്ടിപ്പിച്ച് അടുപ്പൊക്കെ കുട്ടി വെച്ചിരിക്കുന്ന പോലെ വീടുകളും ഹോസ്റ്റലുകളാണ്. ഭയങ്കര എപ്പോഴും ഒച്ചയായിരിക്കും. ഈ സമയത്തൊക്കെ ഒച്ച ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നിങ്ങൾക്ക് ഇതിലെന്തോരം കിട്ടുന്നത് എനിക്ക് അറിയാൻ പാടില്ല. സോ ഞാൻ നന്നായിട്ടൊന്ന് വെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല വെറ്റാക്കി കൊടുക്കണമെന്നാണ്. നന്നായിട്ട് കോംബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇപ്പം എൻ്റെ മുടിയുടെ അവസ്ഥ. ആൻഡ് ഇനി ഇതിൽ തന്നിട്ടകാരമാണെങ്കിൽ നമ്മൾ ഇങ്ങനെ വെക്കണം. ഇത് കോമഡി ഒന്നും കിട്ടുന്ന അവസാനം എൻ്റെ മുടി അടുത്ത കോമഡി എന്ന് വെച്ചാൽ എൻ്റെ മുടിയിൽ നോർമലി ഇങ്ങനത്തെ ക്ലിപ്പുകളൊന്നും ഇരിക്കില്ല. ഇങ്ങനെ വയ്ക്കും. അതല്ലാതെ 2 മിനിറ്റ് കഴിഞ്ഞ് പോവും. അങ്ങനെയാണ്. ആൻഡ് ഇവിടെ നിന്ന് ഒരു 3 ഹെയർ ഇട്ട് നമ്മൾ ട്വിസ്റ്റ് ചെയ്യാം. ആൻഡ് എനിക്ക് ഇവിടെ നിന്ന് കുറച്ചെടുക്കാം. അങ്ങനെ അതിൻ്റെ കൂടെ അങ്ങോട്ടും എടുക്കാം. വെറ്റാണെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് ആവുന്നതാണ് പറയുന്നത്. ചൂടെടുത്തിട്ട് രക്ഷയില്ല. വീഡിയോയിലേക്ക് പോയി
ആൻഡ് ഇവിടെ നിന്നും അതുപോലെ തന്നെ എടുക്കാൻ ട്രൈ ചെയ്യണം. ഇതിങ്ങനെ എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് മാനുവലും കൂടി അറ്റാച്ച് ചെയ്യാം കേട്ടോ. മാനുവലിൻ്റെ ഫോട്ടോയും കൂടി സ്ക്രീനിൽ നന്നായിട്ട് കാണിക്കാം. ആക്ച്വലി ഇങ്ങനെയല്ല, അവർ നമ്മൾ ഭംഗിയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇങ്ങനെ തൽക്കാലം ചെയ്യാൻ വേറെ വഴിയില്ല എനിക്ക്. എന്നിട്ട് നമുക്കൊരു സ്ക്രഞ്ച് ഇട്ട് കൊടുക്കാം. നാളെ കാലത്ത് വരെ മുടി ഇരുന്നാൽ മതിയായിരുന്നു. ഓക്കെ, ഒരു വശം കഴിഞ്ഞിട്ടുണ്ടോ? ഓക്കെ, സെക്കൻഡ് ഭാഗം നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. ഞാൻ വേർത്ത് കുടിക്കുന്നുണ്ട്. ഞാൻ ആലോചിക്കുന്നത് ഈ ലോങ് ഹെയർ ഉള്ള ആൾക്കാർക്ക് എന്താ ചെയ്യുന്നത്? ഒരു പ്രാന്തൗട്ടാ ഒരു വേറെ നിങ്ങൾക്ക് നോക്കിയിരുന്നു തോന്നുന്നുണ്ട്. വ്യത്യാസം തോന്നിയില്ല. സോ നമ്മൾ ഇതും ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിക്കറിയില്ല ഇത് എൻ്റെ തലയിൽ നാളെ വരെ ലാസ്റ്റ് ചെയ്യുമെന്ന്. കാരണം എൻ്റെ ഉറക്കനുസരിച്ച് ഞാൻ കനവിൽ ഉറങ്ങി തുടങ്ങുള്ളൂ. വേർത്ത് കുളിച്ചിരിക്കുകയാണ്. ബോണസായിട്ട് നല്ല ഹെയർ ഫോളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എന്തോരം ഹെയർ ഫോൾ പോയിട്ടുണ്ടെന്ന്. അറൗണ്ട് എനിക്കിപ്പോൾ നല്ല കാണാൻ പറ്റുമെന്ന് നോക്കാം. എനിവേ ഒരുപാട് ഹെയർ പോയിട്ടുണ്ട് ഈ പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ നാളെ ഇത് എന്തോരം ലാസ്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയാൻ പാടില്ല, എനിക്ക് തോന്നുന്നില്ല. കുറച്ചും കൂടി വെള്ളത്തിൻ്റെ ആവശ്യമില്ല. ആക്ച്വലി നന്നായിട്ട് വേർത്തിട്ടുണ്ട്. ഓക്കെ, എനിവേ നമുക്ക് നാളെ കാണാം. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ആയി. അപ്പോൾ ഉറക്കത്തിന് കഴിഞ്ഞിട്ട് നേരെ ഇങ്ങനെ ഇരിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഉറക്കത്തിന് കഴിഞ്ഞിട്ട് എൻ്റെ ഉണ്ട് ഈ സൗണ്ടിൻ്റെ. സോ നമുക്ക് മാറ്റി നോക്കാം. ഞാൻ പറയുന്നത് എന്തോരം കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാൻ പാടില്ല. വരെ സെറ്റ് അടിപൊളിയാണ് ഗൈസ്.
അടിച്ചാൽ അപ്പോൾ അടിപൊളിയാണ്, വർക്കിംഗ് ആണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. മുഖം സെറ്റാക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. അടിപൊളിയാണ്, കണ്ടാൽ മനസ്സിലാവില്ലേ, നല്ല അടിപൊളിയായിട്ട് കേൾസായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാനിനി എപ്പോഴെങ്കിലും എന്തെങ്കിലും ഫങ്ഷനൊക്കെ വരുമ്പോൾ എന്തായാലും ഇത് ചെയ്യും. ഇവിടെ കണ്ണാടി ഉണ്ട്, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നോക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ബൈ.